ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് പള്ളിയിൽ പോയി വന്നു. ഇപ്പോൾ അടുക്കളയിൽ കയറാൻ കുറച്ച് വൈകിയേ. ഒന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ മാവ് നല്ലപോലെ പൊന്തി വന്നിട്ടുണ്ടേ. പെട്ടെന്നൊരു തേങ്ങ ചിരണ്ടി ചമ്മന്തി അങ്ങ് സെറ്റാക്കിയേ. പിന്നെ ദോശയും ചുട്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി അങ്ങനെ അങ്ങ് കഴിഞ്ഞു. അപ്പോഴത്തേക്കും നമുക്ക് ഉച്ചയ്ക്ക് കറി വയ്ക്കാനുള്ള ഇറച്ചി എത്തിയിട്ടുണ്ട്. ഇന്ന് പോർക്ക് ഇറച്ചിയാണ് വാങ്ങിച്ചത്. പോർക്ക് ഫ്രൈ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് പോർക്കൊന്ന് വെള്ളത്തിലിട്ട് വെച്ചു. കുറച്ച് ഉപ്പും ചൊറുക്കയും കൂടി ഇട്ടു. ഒരു മാങ്ങക്കറിയും കൂടി ആയി കഴിഞ്ഞാൽ പൊളിയല്ലേ. അപ്പോൾ മാങ്ങ നന്നാക്കി എടുത്തപ്പോഴാണ് ഒരാൾ മാങ്ങ കൊടുക്കാൻ പറഞ്ഞിട്ട് ഓടി വരണത്. ഇതിപ്പോൾ ദോശയൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ വീണ ചമ്മന്തിയൊക്കെ പുള്ളിക്കരുത്തി അങ്ങ് തുടച്ചെടുക്കുകയാണേ. പിന്നെ ഞാൻ മാങ്ങക്കറിക്കുള്ള പരിപാടി അങ്ങ് തുടങ്ങി. ചെറിയുള്ളി ഇല്ലാത്തത് കൊണ്ട് സവോളയാണ് എടുത്തത്. ഒരു സവോള, കുറച്ച് ഇഞ്ചിയും പച്ചമുളക്, വേപ്പില എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഉടച്ചെടുത്തു. കുറച്ച് ചൊറുക്കയും കൂടി ഒഴിക്കണേ. പിന്നെ കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാങ്ങയും കൂടി ചേർത്ത് തേങ്ങയുടെ 2ാം പാൽ ഒഴിച്ചൊന്ന് തിളപ്പിച്ചെടുത്തു. അതൊന്ന് നല്ലോണം തിളച്ച് വരുമ്പോൾ 1ാം പാൽ ഒഴിച്ച് ചെറുതീയിലൊന്ന് ചൂടാക്കി എടുക്കാം. കടും കൂടി തളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാങ്ങക്കറി റെഡിയായി. ആ ഗ്യാപ്പിൽ ഞാൻ പോർക്കൊന്ന് കുക്കറിൽ ഉപ്പും മഞ്ഞൾപ്പൊടി എടുത്തൊന്ന് വേവിക്കാനായിട്ട് വെച്ചായിരുന്നേ. ഇനി പോർക്ക് നമുക്ക് തേങ്ങാക്കൊത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുക്കാം. കുറച്ച് പെരിഞ്ജീരകവും പൊട്ടിക്കാം. പെരിഞ്ജീരകം പൊട്ടി വരുമ്പോൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകും കൂടി ചതച്ചത് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ഒരു സവോള കുരുകുരുവെന്ന് അരിഞ്ഞത് പിന്നെ കുറച്ച് ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവോള വഴണ്ടി വരുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, അതുപോലെ കുരുമുളക് പൊടിയും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കറിവേപ്പില ഇടാൻ മറക്കല്ലേ. ഇനി നമുക്കിത് ചെറുതീയിലിട്ട് നല്ലപോലെ ഒന്ന് വരട്ടിയെടുക്കാം. അപ്പോൾ ഓക്കെ, ബായ്.